എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു തികച്ചും പുതിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സൈഡ് ഗ്രാഫ്റ്റിംഗ് മാംഗോ ട്രീ അല്ലെങ്കിൽ മാംഗോ പ്ലാന്റ്. സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സൈഡ് ഗ്രാഫ്റ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് മുഴുവൻ വി ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ സൈഡ് ഗ്രാഫ്റ്റിംഗ് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം, എങ്ങനെ ചെയ്യാമെന്നുള്ളത്. വളരെ വിശദമായിട്ട്, വളരെ സ്ലോ ആയിട്ട്, വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ. ഈ ഫാമും മറ്റ് നഴ്സറികളൊക്കെ നടത്തുന്ന പലർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. അറിയാവുന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. പക്ഷെ അറിയാത്തവരും കാണും. അവർക്ക് ചിലപ്പോൾ കുറച്ച് ഫാമിലുള്ളവർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ബഡ്ഡിങ് ആയാലും ഗ്രാഫ്റ്റിംഗ് ആയാലും ബൾക്കായിട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുക, സൂപ്പർ ഫാസ്റ്റാണ് അവർ. അതേസമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം സമയമെടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന കത്തി ഒന്ന് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാണ്. അതിനുപയോഗിക്കുന്ന സബോളയാണ്. അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തു. ഇനി നമ്മൾ സൈഡ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്ന മാവിൻ്റെ തൈയുടെ സ്റ്റെമ്മ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. അതേ ഉള്ളി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കൈയൊക്കെ ഞാൻ ആദ്യമേ സർജിക്കൽ സ്പിരിറ്റ് വെച്ച് തുടച്ച് വെടുപ്പാക്കി. അത് കഴിഞ്ഞ് മാവിൻ്റെ തണ്ട് വെടുപ്പാക്കി, കത്തി വെടുപ്പാക്കി, ഉള്ളി വെച്ചിട്ട്. ഉള്ളിക്ക് ഡിസ്ഇൻഫെക്റ്റിംഗ് പവറുള്ള സാധനമാണ് ഒണിയൻ. അതാണിപ്പോൾ അതാ കത്തി, 2 കത്തികളുണ്ട്. 2 കത്തിയും ശരിയാക്കി വെക്കുകയാണ്. അതിലേതെങ്കിലും ഒന്നാണ് ഇപ്പോൾ ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുക. ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത നമുക്ക് ഒരു ഇലയുണ്ട്, അത് കട്ട് ചെയ്ത് കളയാണ്. ഇനി മാച്ചിങ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്കാണ് ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത്. മാവിൻ്റെ തൈയാണ്, മൂവാണ്ടമാവിൻ്റെ തൈയാണ്, നാടൻ. ഞാൻ വെട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു മാംഗോ ആണ്, മൽഗോവ. വലിയ മാങ്ങ, മധുരമുള്ള മാങ്ങ, പുഴുക്കേടില്ലാത്ത മാങ്ങ, അങ്ങനെ പല പ്ലസ് പോയിൻ്റ് ഉള്ള നല്ലൊരു മാങ്ങയുടെ 3 മാങ്ങ വെച്ചാൽ ഒരു 1100-1200 ഗ്രാം വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് കമ്പുകൾ ഞാൻ വെട്ടിക്കൊണ്ടുവന്നിട്ട് മാച്ച് ചെയ്യാണ്. അതിന് ഏറ്റവും പെർഫെക്റ്റ് മാച്ചിങ് വരുന്ന 3, 4, 5 പീസ് കൊണ്ടുവന്നാലേ നമുക്കതിന് കറക്റ്റ് പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് മാച്ചിങ് ആവുന്ന ഒരു പീസ് അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുകയാണ് മാച്ചിങ്. രണ്ടും ഒരേ വണ്ണാണോ എന്നുള്ളതാണ് നോക്കണം. അത് രണ്ടും ഒരേ വണ്ണാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടിൻ്റെയും കാമ്പിയൻ ലേയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് കിട്ടുള്ളൂ. സയൻറ്റിഫിക്കായിട്ട് പറയണത് അവർ ഒരു സൈഡ് കോണ്ടാക്റ്റ് കിട്ടിയാലും മതി എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ 2 സൈഡ് കിട്ടുമല്ലോ. 2 സൈഡ് കിട്ടിയില്ലെങ്കിൽ ഒരു സൈഡെങ്കിലും കിട്ടിയാൽ അത് പിടിക്കും, സക്സസ് ആവുമെന്നാണ് ഞാൻ അറ്റൻഡ് ചെയ്ത ചില ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് 2 തവണ. അപ്പോൾ ആ അറിവുണ്ട്, അവിടെ ചെയ്ത് കണ്ടിട്ടുണ്ട്, പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. അറിവൊക്കെ വെച്ചിട്ട് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് പറ്റിയൊരു മാവും തൈ ഞാൻ ഒരു പോട്ടിലുണ്ടാക്കി, വളർത്തിയുണ്ടാക്കി. അതിൽ ഒരു ഇലയും കൂടി അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഒരു 4-5 ഇല, ഒരു ചെറിയ കൂമ്പ് അതിന് വരുന്നുണ്ട്, അതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. പുതിയൊരു നാമ്പ് വരുന്നുണ്ട്, അത് നിർത്തിയിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് വെച്ച കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഒരു ചെറിയ ചെരിവ് കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് ആഴത്തിൽ ഒരു സൈഡിൽ ഒരു മുറിവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകണം. ഇൻഫെക്ഷനൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും നല്ലോണം കത്തി ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്. കൈ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റെമ്മ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ കത്തി വെച്ച് പതുക്കെ നല്ല മൂർച്ചയുള്ള കത്തിയാണ്, പെട്ടെന്ന് അമർത്തിയാൽ പാളിപ്പോവും, അപ്പോൾ ചെടി മുറിഞ്ഞു പോവും. ഒരു സൈഡിൽ ഒരു ചെറിയ കട്ട് ഒരു 1.5 ഇഞ്ച് ആഴത്തിൽ മുറിക്കുകയാണ്. തൊലിയും അല്പം അതിൻ്റെ സൈലം കൂടി ചേർത്തിട്ട്, ഫ്ലോയം, കാമ്പിയം, സൈലം എന്നാണ് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഫ്ലോയം, പിന്നെ കാമ്പിയം, പിന്നെ സൈലം. അപ്പോൾ കുറച്ച് സൈലം കൂടെ അതിൽ പെടുന്ന രീതിയിൽ ചെരിച്ച് ഇൻവേർഡ് ഉള്ളിലേക്ക് ചെരിച്ച് ഇതാ വെച്ചിരിക്കുകയാണ്. ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ
ആ കത്തി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ക്ലിയറായിട്ട് കാണാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെരിച്ച് ചെത്തിയിട്ടുള്ളത്. മുറിക്കാൻ ഉപയോഗിച്ച കത്തി ആ കട്ട് ചെയ്ത സ്ലോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഭംഗിയായിട്ട് കാണാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സിയോൺ ശരിയാക്കി എടുക്കണം. സിയോണിൻ്റെ എഡ്ജ് ഏകദേശം അതേ നീളത്തിൽ, നമ്മൾ അവിടെ എത്ര ആഴത്തിലാണോ അല്ലെങ്കിൽ നീളത്തിലാണോ മുറിവുണ്ടാക്കിയത്, അതേ ആഴത്തിൽ അല്ലെങ്കിൽ അതേ നീളത്തിൽ നമ്മൾ ഒരു മുറിവ് ഇവിടെ ഉണ്ടാക്കണം. ചെത്തി ഷാർപ്പൻ ചെയ്യാണ്, ചെത്തി കൂർപ്പിക്കുക അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്യാണ് സിയോണിൻ്റെ എഡ്ജ്. സിയോണിൻ്റെ എഡ്ജ് ശരിക്ക് സ്മൂത്തായിട്ട് നല്ല പുതിയ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ഷാർപ്പൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ എഡ്ജസ് വളരെ ഈവനായിരിക്കണം, ഓടാവാൻ പാടില്ല. ഓടായാൽ കോണ്ടാക്റ്റ് കിട്ടില്ല. വളരെ ഈവനായിരിക്കണം. ഇപ്പം നമ്മൾ മുറിച്ച സ്ഥലത്തും റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്തും ഈവനാണ്, അത് കറക്റ്റ് ഈവനാണ്. കത്തി കൊണ്ട് ഒരേ സ്റ്റെപ്പിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതായപ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു സൈഡ് ചെത്തി ക്ലീൻ ചെയ്തു, മറ്റേ സൈഡിലെ ടിപ്പ് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ നമ്മൾ അടർന്ന് നിൽക്കുന്ന തൊലി ഒരു 80% കട്ട് ചെയ്ത് കളയുള്ളൂ, 20% അവിടെ അടിയിൽ നിർത്തും. കാരണം ഇതിന് ഒരു സപ്പോർട്ട് വേണ്ട. നമ്മൾ മോളിൽ നിന്ന് സിയോൺ അതിൽ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ ഒരു സ്റ്റോപ്പർ വേണം, സ്റ്റോപ്പർ. അതിനൊരു 20% അവിടെ നിർത്തും. ആ അടർന്ന് നിൽക്കുന്ന തൊലി മുഴുവൻ കളയില്ല, ഒരു കുറ്റി പോലെ 20%, ഒരു ചെറിയൊരു പീസ് അവിടെ നിർത്തും. ബാക്കിയുള്ളത് ബ്ലേഡ് വെച്ച് മുറിച്ച് കളയാണ്. അതാ കളഞ്ഞു. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ആ ചെരിച്ച് ചെത്തിയ സിയോണിൻ്റെ എഡ്ജ് അതിലേക്ക് രണ്ടിൻ്റെയും കാമ്പിയൻ ലേയേഴ്സ് ടച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇറക്കി വയ്ക്കുകയാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സക്സസ് ആവില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്, പരമാവധി ഞാൻ കെയർ എടുക്കുന്നുണ്ട്. സക്സസ് ആവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്കിവിടെ ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്യും. അപ്പോൾ വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ആർക്കെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 2 പേരും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞു. സിയോണും റൂട്ട് സ്റ്റോക്കും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നാട ചുറ്റണം. നാട ചുറ്റി നാട കൊണ്ട് തന്നെ പരമാവധി ടൈറ്റായിട്ട് ചുറ്റാണ്. അതിലൊരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. ആ എഡ്ജ്, സ്റ്റാർട്ടിങ് എഡ്ജ് കുറച്ച് കട്ടി കൂടുതലാണ്. ഒന്ന് കട്ടി കുറയ്ക്കണം, അല്ലെങ്കിൽ അവിടെ കോണ്ടാക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലേഡ് കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യാണ്. ആ എഡ്ജൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ സ്പ്ലിറ്റിലേക്ക് കറക്റ്റാക്കി വയ്ക്കാം. മാക്സിമം താഴോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോപ്പർ പോലെ നമ്മളൊരു കുറ്റി നിർത്തിയിട്ടുണ്ട് റൂട്ട് സ്റ്റോക്കിൽ. അപ്പോൾ അതുമ്മ ചെന്ന് തടഞ്ഞ് അവിടെ നിന്നോളും. അവിടെയുണ്ട് ചെറിയ ഒരു കോണ്ടാക്റ്റ് ഈ സൈഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ 2 സൈഡിൽ നിന്നും കാമ്പിയൻ ലേയേഴ്സിൻ്റെ കോണ്ടാക്റ്റ് കിട്ടും. അപ്പം നാട ഓരോ റൗണ്ട് എടുത്തിട്ട് വലിച്ചിട്ടാണ് രണ്ടാമത്തെ റൗണ്ട് ചുറ്റുന്നത്. അതാണ് അവിടെ നിന്ന് ഒരു സ്റ്റോപ്പ് വരുന്നത്. അവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് വലിക്കും. നല്ലപോലെ വലിച്ച് ടൈറ്റാക്കിയിട്ട് മുന്നോട്ട് പോവുള്ളൂ. വലിച്ച് ടൈറ്റാക്കി അങ്ങനെ ചുറ്റി മുകളിലേക്ക് പോവുകയാണ്. ഞാൻ സാധാരണ ചെയ്യുക താഴെ നിന്ന് മുകളിലേക്ക് ഒരു റൗണ്ടും മുകളിൽ നിന്ന് താഴേക്ക് ഒരു റൗണ്ടുമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഉപയോഗിക്കുന്നത്. സെയിം മെത്തേഡ്. ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് ചുറ്റി നല്ല മാക്സിമം ടൈറ്റ്, നാട പൊട്ടാത്ത അത്ര പൊട്ടാൻ പാടില്ല, അത്രയും ടൈറ്റ് നമുക്ക് പരമാവധി ചെയ്യാവുന്ന അത്ര വലിച്ച് ടൈറ്റാക്കി തന്നെയാണ് ചുറ്റുന്നത്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റി ഇനി താഴെ കെട്ടിടാൻ പോവുകയാണ്. ഞാൻ വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ സിയോൺ റൂട്ട് സ്റ്റോക്കിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നാട ചുറ്റി കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ കൂടെ ഒരു ചരടിട്ട് കെട്ടാറുണ്ട്.
ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി, രണ്ടിൻ്റെയും കാമ്പിയൻ ലേഴ്സിൻ്റെ കോണ്ടാക്റ്റ് ശരിക്കും കിട്ടാൻ വേണ്ടി. അത് ഞാനിവിടെ ചെയ്യുന്നില്ല ഈ കേസിൽ. ഞാൻ രണ്ടാമതൊരു നാടയും കൂടി അതിന് പകരം ഒന്നും കൂടെ ടൈറ്റ് ആവാൻ വേണ്ടി രണ്ടാമതൊരു നാടയും കൂടി. ടൈറ്റ് ആവൽ മാത്രമല്ല, അതിന് വേറൊരു പർപ്പസ് ഉണ്ട്. ഈ നാട കൊണ്ട് ആ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എയർ ടൈറ്റ് ആൻഡ് വാട്ടർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കണം. അതിലൂടെ വാട്ടർ ലോസ് ഉണ്ടാവാൻ പാടില്ല ചെടിക്ക്. അപ്പോൾ മാക്സിമം അത് ടൈറ്റാക്കി വെച്ച് ആ മുറിവിൻ്റെ കുറച്ച് ഒരു 1.5 ഇഞ്ച് താഴേക്കും ഒരു 1.5 ഇഞ്ച് മുകളിലേക്കും നമ്മൾ നാട ചുറ്റിക്കഴിഞ്ഞാൽ വാട്ടർ ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം വാട്ടർ ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും അവിടെ ഒരു ഈർപ്പം നിലനിൽക്കും. ഇവർ തമ്മിൽ യോജിക്കാനായിട്ട് റൂട്ട് സ്റ്റോക്കും സയോണും കൂടി ജോയിൻ ആവാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ചെടി, അതിൻ്റെ സൈഡിൽ നമ്മൾ റൂട്ട് സ്റ്റോക്ക്, അതിൻ്റെ സൈഡിൽ സിയോൺ നമ്മൾ പിടിപ്പിച്ചു, നാട കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കാര്യം കൂടി ഇതിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മൾ അടുത്തതായിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. ആ സിയോണിന് ഒരു ഉറയിട്ട് മൂടണം. സിയോണിന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കവർ ഇട്ടിട്ട് മൂടി അതിൻ്റെ അടിയിലൊന്ന് കെട്ടി ഉറപ്പിക്കണം. അപ്പോൾ സിയോണിൽ കൂടെയുള്ള വാട്ടർ ലോസ് അത് കുറയ്ക്കാൻ വേണ്ടിയാണ്. അന്തരീക്ഷത്തിലേക്ക് പോകുന്ന അതിൻ്റെ ടിപ്പിലൂടെ പുറത്തേക്ക് പോകുന്ന വാട്ടർ ലോസ് ഒന്ന് കുറയ്ക്കാം. പിന്നെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കവർ ഇട്ടിട്ട് അത് മൂടി അതിൻ്റെ ഏറ്റവും അടിയിൽ ബേസിൽ ഒന്ന് കെട്ടുകയാണ്. അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സെലോഫിൻ, ക്ലിയർ സെലോഫിൻ കവറാണ് നമ്മൾ എടുക്കുന്നത്. കവർ ഇടാൻ പോവാണ്. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ നിരവധി വീഡിയോകൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബട്ടൺ അടിയിൽ കാണാം സബ്സ്ക്രൈബ് എന്നുള്ളത്. വലത്തെ സൈഡിൽ ലൈക്ക് കാണാം, ഷെയർ കാണാം. അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ആ കവറിട്ട് അതൊന്ന് മടക്കി വെച്ച് അതിൻ്റെ അടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റായി. പിന്നെ ഒരു തണലത്തേക്ക് എടുത്ത് വെക്കുകയാണ് അതിനെ. ഒരു 21 days or 30 days. അതിനിടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ പിടിക്കും, ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. സക്സസ് ആയില്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, ഷോർട്ട് വീഡിയോ എങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ റിസൾട്ട്. എൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഈസ് ഡൺ. ഇനി ഒന്നും ബാക്കിയില്ല. ഇനി അതെടുത്ത് തണലത്ത് വെച്ചാൽ മാത്രം മതി. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.